ഓക്കെ, അപ്പൊ നീലത്താമരയിലെ വിശേഷം തന്നെയാണ് നമ്മൾക്ക് ആദ്യം ചോദിക്കാനുള്ളത്. നീലത്താമരയിലെ ഹൃദയം കീഴടക്കിയ അമ്മയും മകനും. പക്ഷെ അന്ന് ഈ മകൻ ഭയങ്കര പാവായിരുന്നു, ഇപ്പൊ ഭയങ്കര കുറുമ്പനാണെന്നൊക്കെയാണ് ചേച്ചിയുടെ ഒരു പ്രസ്താവന, അല്ലേ? ശരിക്കും പിഞ്ചു കുഞ്ഞ്. ഒരു കുട്ടി കുറെ വർഷങ്ങളും കുറച്ചായില്ലേ, പിന്നെ അപ്പൊ വലിയൊരു പുരുഷനായില്ലേ. കൈലാഷിന്റെ ആദ്യത്തെ സിനിമയും കൂടി ആകുമ്പോൾ ഒരുപാട് നല്ല ഓർമ്മകൾ ഉണ്ടാവും, വഴക്ക് കേട്ട ഓർമ്മകൾ ഉണ്ടാവും. പിന്നെ എന്തൊക്കെയാണ് നീലത്താമര എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു 3 കാര്യങ്ങൾ ചോദിച്ചാൽ എന്തായിരിക്കും? നീലത്താമര നമ്മൾ ഒരുപാട് സിനിമകൾ ചെയ്ത് മുമ്പോട്ടേക്ക് പോകുന്നുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ ആദ്യത്തെ സിനിമ അല്ലെങ്കിൽ നമ്മളെ ആൾക്കാർ റിയലൈസ് ചെയ്തൊരു സിനിമ എന്ന് പറയുന്നത് എന്നും നമുക്ക് പ്രിയപ്പെട്ടതാണ്. അപ്പോൾ ആ സിനിമയിലാണ് എന്നെ ആൾക്കാർ ശ്രദ്ധിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു സിനിമ എന്നും എൻ്റെ ഹൃദയത്തോട് ഞാൻ ചേർത്ത് വെച്ചിട്ടുള്ള സിനിമ തന്നെയാണ്. ഈ നീലത്താമര പഴയത് കണ്ടിട്ടാണോ അഭിനയിക്കാൻ പോയത്? ഇല്ല, ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചിരുന്നു. പഴയ ബുക്ക് അവൈലബിൾ ആയിരുന്നു, അത് വായിച്ചിട്ടുണ്ടായിരുന്നു. സിനിമ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മ കണ്ടിട്ടുണ്ട് അല്ലേ? റിലീസ് ചെയ്ത ആ കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ കാലത്ത് റിലീസ് ഞാനുണ്ടല്ലോ, നിങ്ങളാരും ഇല്ലല്ലോ. അപ്പൊ അന്ന് എത്ര വയസ്സുണ്ടായിരുന്നിരിക്കും? പഠിക്കുന്ന കാലാണോ? 79 ആണെന്ന് തോന്നുന്നു, അല്ലേ? അന്ന് സിനിമ കാണുമ്പോൾ ഒരിക്കൽ പോലും ചിന്തിച്ചില്ല വർഷങ്ങൾക്ക് ശേഷം ആ സിനിമ റീമേക്ക്. നമ്മൾ ആലോചിക്കില്ലല്ലോ അങ്ങനത്തെ ഒരു കാര്യം. ഈ ചേച്ചിയുടെ ഒരു നൃത്ത ജീവിതം അത് ഇപ്പോഴും നന്നായിട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ നമ്മൾ വളരെ കുറച്ച് ആൾക്കാരാണ് നൃത്തം എന്ന് പറയുന്നത് അതിങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ കൊണ്ട് നടക്കുന്നവർ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഹാർഡ് വർക്ക് അതിന് പിന്നിൽ വേണം. ചേച്ചി എങ്ങനെയൊക്കെയാണ് ഈ ഒരു ജീവിതം കൊണ്ടുപോകുന്നത്? എൻ്റെ നൃത്ത ജീവിതം ഹാർഡ് വർക്ക് അല്ല. ഞാൻ ഓർമ്മ വെച്ച നാള് നടക്കാൻ തുടങ്ങുന്ന പോലത്തെ ഞാൻ നൃത്തമാണ് ചെയ്തത്. എനിക്കത് തന്നെ അത് ഒരു ഭയങ്കരമായൊരു അഭിനിവേശം ഇപ്പോഴും ഞാൻ പെർഫോം ചെയ്യുന്നുണ്ട്. അതെ അതെ. ആൾക്കാർ കാണാൻ തയ്യാറാണെങ്കിലല്ലേ ഞാൻ ചെയ്യാൻ പറ്റുള്ളൂ. അവർ വിളിക്കുമ്പോൾ ധൈര്യം ഉണ്ടെങ്കിൽ, അവർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാന്ന് പറയും. അത്ര തമാശയാണ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതായിരുന്നു എൻ്റെ അഭിനയം. അതാണ് എൻ്റെ എന്താ പറയുക, എല്ലാ സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കാരണം എൻ്റെ നൃത്തമാണ്. പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ 2 നർത്തകരുടെ ഇടയിൽ പെട്ടുപോയ ഒരാളാണ് ഞാൻ. ഇടയിൽ പെട്ടുപോയ ഒരു നർത്തകൻ. പിന്നെ ഈ എന്താ പറയുക, ഈ കൈലാഷ് ചെയ്ത ഒരുവിധം എല്ലാ ക്യാരക്ടേഴ്സിനും എന്തെങ്കിലുമൊക്കെ ഒരു കുഴപ്പം പിടിച്ച് അങ്ങനത്തെ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്, അല്ലേ? അതായത് ബുദ്ധിപൂർവ്വം തെരഞ്ഞെടുക്കുന്നതാണോ അതോ ഈ മുഖം കാണുമ്പോൾ ആൾക്കാർക്ക് അങ്ങനെ തോന്നുന്നതാണോ ഒരു കുഴപ്പം പിടിച്ച ആളെ പോലെ? രണ്ടാമത്തെ ആയിരിക്കും സത്യം. ഒന്നുമില്ല. 4ാമത്തെ ഒരു സിനിമയായപ്പോഴേക്കും തന്നെ ലാലേട്ടൻ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ വളരെ ഗംഭീരമായിട്ടൊരു വേഷം ചെയ്യാൻ സാധിച്ചു. ഫസ്റ്റ് ലാലേട്ടനെ കണ്ടപ്പോൾ ഒരു നിമിഷം, ലാലേട്ടനെ കാട്ടിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് പരിചയം. കാട്ടിൽ വെച്ചിട്ട് നമ്മുടെ കോതമംഗലത്ത്, അവിടെയാണ് പുലിമുരുകനൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അന്ന് ഷിക്കാർ ഷൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങോട്ട് പോകാൻ. നമ്മളൊരു ജീപ്പിലൊക്കെ കയറിയിട്ട് വേണം പോകാൻ. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഞാനിപ്പോഴും ഓർക്കുന്നു, കുറേ മരങ്ങൾക്കിടയിൽ ഒരു ടെമ്പോ ട്രാവലർ, അതിൽ ലാലേട്ടൻ എന്തോ ഭക്ഷണം കഴിക്കാൻ അങ്ങനെ എന്തായിരുന്നു. അപ്പം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. എനിക്ക് പിറ്റേ ദിവസമുള്ള ഷൂട്ട്, ഞാൻ തലേ ദിവസം എത്തിയിട്ട്. അപ്പോൾ ഇങ്ങനെ ലാലേട്ടൻ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ എന്നെ കൊണ്ടുപോയിട്ട് ഇവർ പരിചയപ്പെടുത്തി. ആ മൊമെന്റ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാട്ടില് മരങ്ങൾക്ക് നാട്ടുക ഒരു സിംഹം നിൽക്കുന്ന പോലെ വന്നിങ്ങോട്ട് ഇറങ്ങിയിട്ട് മോനെ എന്ന് പറഞ്ഞിട്ട് ഒരു വിളിയല്ലേ, അതിലങ്ങോട്ട് നമ്മൾ തീർന്നു. അതൊരു ഭയങ്കര ഗ്രേറ്റ് മൊമെന്റ് ആണ്. അതിനിടയിൽ നമ്മൾ ഒരു സിനിമയുടെ കാര്യം, അതായത് അധികം ആൾക്കാർ ചർച്ച ചെയ്യപ്പെട്ട ഒരു മിലിറ്ററി ഓഫീസറായിട്ട്, അല്ലേ? ആ ഒരു സിനിമയുടെ വിശേഷം ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ അറിഞ്ഞു കാണും. എന്നാലും കൈലാഷിന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? മിഷൻസി ആണോ ഉദ്ദേശിച്ചത്? അതെ, മിഷൻസി വിനോദ് ഗുരുവായൂർ സംവിധാനം ചെയ്ത സിനിമയാണ്. ഞാനങ്ങനെ ഒരു അത്രയും ഒരു ഹെവി ക്യാരക്ടറൊക്കെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഷൂട്ട് ചെയ്തതാണ്. ആ സിനിമ നമുക്ക് കുറേ ട്രെയിലറും ഒക്കെ വന്നപ്പോൾ നമുക്ക് നല്ല റെസ്പോൺസ് കിട്ടി. കുറച്ച് ട്രോളേഴ്സ് അതിനകത്ത് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും അത് നമുക്കൊരു ഒരു ഗുണം ഉണ്ടായിട്ടുള്ളൂ. ട്രോളേഴ്സ് എപ്പോഴും ഒരുപാട് ആർട്ടിസ്റ്റുകളെ പുകഴ്ത്തിയിട്ടേ ഉള്ളൂ, അവരുടെ ഉയർച്ചയിൽ സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. പണ്ട് കാലത്ത് ഇങ്ങനെ വല്ല ഗോസിപ്പിൽ ഇടപെട്ട് അല്ലെങ്കിൽ പെട്ടുപോയിട്ടുണ്ടോ ചേച്ചി? ഭാഗ്യവശാൽ ഒരു ഗോസിപ്പിലും പെട്ടിട്ടില്ല. ഒരു 7 വർഷമല്ലേ ഞാനും മോളെ കൂടെ തന്നെ നിന്നിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മോളെ കൂടെ അഭിനയിച്ചു കുറേ കുഞ്ഞ്. അത് ആ സമയത്ത് ചിലപ്പോൾ ആരും ഉണ്ടാവില്ല. അപ്പൊ പറയും ചേച്ചി ഒന്ന്. നിങ്ങൾ ആദ്യത്തെ പടം തന്നെ നിങ്ങൾ ഒരുമിച്ചല്ല അഭിനയിച്ച നഖശതങ്ങള്? അഭിനയിച്ചിട്ടൊന്നുമില്ല, എന്നെ അവിടെ സെറ്റ് പ്രോപ്പർട്ടി വരെ അവിടെ അങ്ങനെ ഇരുത്തിന്ന് മാത്രം. പക്ഷെ എങ്കിലും ക്യാമറയ്ക്ക് മുമ്പിലുണ്ടല്ലോ. അത് ആരും പറഞ്ഞ ഇവിടെ ഇരിക്കട്ടെ, ശ്രീദേവി ഇവിടെ ഇരിക്കട്ടെ പറഞ്ഞു. അപ്പം ഞാനാണെങ്കിൽ സിനിമയിൽ കയറാൻ ഇഷ്ടമുള്ള ആളായിരുന്നു കുട്ടിക്കാലത്ത് തന്നെ. പിന്നെ മോളിങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ അവളുടെ അടുത്തിരിക്കാൻ പറഞ്ഞു. അവളുടെ അടുത്തിരുന്ന്
അങ്ങനെ ഒരു മോളെ ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ പാൻ ചെയ്യണില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് അവർ എന്നെ കാണിക്കുമ്പോൾ പിന്നെ ഞാൻ ഇതിൽ കുറച്ച് നേരം ഒരു പാട്ട് പലപ്പോഴും കാണുമല്ലോ എല്ലാവരും, അപ്പൊക്കെ എന്നെ കാണും. അങ്ങനെ മോളുടെ പിന്നിൽ ഇരുന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നിലെത്തി. സിനിമ ക്യാമറ. ആ സിനിമയെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള, അതുപോലെ ചേച്ചിക്ക് സന്തോഷമുള്ള കാര്യമായിരിക്കും. മോനിഷയ്ക്ക് ആ ഒരു സിനിമയിൽ തന്നെ നാഷണൽ അവാർഡ് സ്വന്തമാക്കാൻ സാധിച്ചു. 14 വയസ്സ്. 14 വയസ്സ്. ഇത് മോനിഷ അഭിനയിക്കൽ മനുഷ്യെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ അതിൻ്റെ ആഹ്ലാദവും സമ്മതവും ഒക്കെ ഞാനായിരുന്നു. എൻ്റെ വിചാരം ഞാനാണ് അഭിനയിക്കുന്നത്. പക്ഷെ പറയില്ലേ പുറത്തേക്കൊന്നും. ഞാൻ അങ്ങനെ പിന്നാലെ നടന്നിട്ട് ഇങ്ങനെ ഇതൊക്കെ ഒന്നും കാണിക്കൊന്നുമില്ല. പക്ഷെ അവളൊക്കെ ഒരുപാട് പ്രൊട്ടക്റ്റീവ് ആയിരുന്നു ഞാൻ. അങ്ങനെ കുറെ ഓർമ്മകളിലേക്ക് ചേച്ചി പോയി. നമ്മൾ കേട്ടൊരു കാര്യം, അതായത് ചേച്ചി ഡാൻസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മോനിഷ സൈഡിൽ സ്റ്റേജിൽ കയറി ഡാൻസ് ചെയ്തു, ആൾക്കാരെല്ലാം അത് ശ്രദ്ധിച്ചു. അതൊക്കെ ഏത് പ്രായത്തിലായിരുന്നു? മോനിഷയ്ക്ക് 4 വയസ്സ്. 4 വയസ്സ്. അപ്പം ഞാൻ ഒരു ഡാൻസ് ചെയ്യണേ, ആലില വയറ്റിലെ അരഞ്ഞാണെന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടുണ്ട്, പഴയത് സിനിമ പാട്ട്. പെട്ടെന്ന് ഇങ്ങനെ ഭയങ്കര ആരവം ഓഡിയൻസിനിടയിൽ ഇങ്ങനെ ഒരു ശബ്ദം, ഒരു തേനീച്ച ഇതൊക്കെ മാതിരിയല്ലേ അങ്ങനൊരു. അപ്പം ഞാൻ വിചാരിച്ചു എന്താ ഇവർ എൻ്റെ ഡാൻസ് കണ്ടിട്ട് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കണേ. എനിക്ക് വിഷമായി തുടങ്ങി. അപ്പം എനിക്ക് തോന്നി ഇവളെന്തോ ഒപ്പിച്ചിട്ടുണ്ടാവും സ്റ്റേജ്. കാരണം സന്തോഷത്തിലുള്ളൊരു ആരവാണ്, ഭയങ്കര ശബ്ദത്തിലും എല്ലാം. അപ്പോൾ ഇവിടെ നിന്ന് സിസ്റ്റേഴ്സ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കാണുന്നുണ്ട്, വലിയൊരു പ്രൊജക്ടർ. പക്ഷേ ശബ്ദം കണ്ടപ്പോൾ എനിക്ക് കുറച്ച് പിന്നെ നെർവസ് ആവാൻ തുടങ്ങി. ഞാൻ അങ്ങനെ വിട്ട് എനിക്ക് തോന്നി മെല്ലെ ഞാനിപ്പോൾ ആ സ്റ്റെപ്പിനൊന്ന് തിരിഞ്ഞെടുത്തപ്പോൾ ഇവിടെ നിന്നിട്ട് ഗംഭീര ഡാൻസ്. അവരാരും എന്നെയല്ല നോക്കണേ, ഇവള് ആ മോനിഷയെ നോക്കിയിട്ട് ഇവിടെ ഭയങ്കര ഇത് സിസ്റ്റേഴ്സൊക്കെ. ഞാൻ പക്ഷെ എടുക്കാൻ സഹിച്ചില്ല. അവൾ പോവില്ല, അവളത് കംപ്ലീറ്റ് ചെയ്തു. അവിടെ കംപ്ലീറ്റ് ചെയ്തവരുടെ വേഗം ഉണ്ണിയുടെ വന്നിട്ട് ഇങ്ങനെ പൊക്കി എടുത്തുകൊണ്ട് പോയി. അതെനിക്ക് മറക്കാൻ വയ്യാത്തൊരു അനുഭവമാണത്. പക്ഷെ എനിക്കതായിരുന്നു മോഹം. അവളെ സ്റ്റേജിൽ ചെയ്യണം, അഭിനയിക്കണം. ഇദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കണം. എനിക്കൊരു പുതിയ അറിവാണ് കൈലാഷ് പാട്ട് പാടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് താങ്കളുടെ ഒരു പാട്ടിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ, കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തുവിടർന്നു. ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ, കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തുവിടർന്നു. മുഖമാമെൻ മനസ്സിൽ കനമായി നീ ഉണർന്നു. മുഖമാമെൻ മനസ്സിൽ കനമായി നീ ഉണർന്നു. ഹൃദയമൃദുല തന്ത്രിയേകി ദേവാമൃതം. വൈശാഖസന്ധി നിൻ ചുണ്ടിലെന്തി അരുമസഖിതൻ അതരകാന്തിയോ. ഓമലേ പറയൂ നീ, വിണ്ണിൽ നിന്നും പാറി വന്ന ലാവണ്യമേ. വൈശാഖസന്ധി നിൻ ചുണ്ടിലെന്തി അരുമസഖിതൻ അതരകാന്തിയോ. അടിപൊളി അടിപൊളി അടിപൊളി.